പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ 25.1.9 ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യുക. പുതിയ വെർഷനിൽ നമുക്ക് ഈ രീതിയിലുള്ള മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്നാമതായിട്ട് THR, അപ്പാറൈഡ് എന്നിവ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. കൂടാതെ പോഷൻ ട്രാക്കറിലെ വിവിധ രജിസ്റ്ററുകളുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ആപ്പിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗുണഭോക്താക്കളെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോഷൻ ട്രാക്കറിന്റെ പുതിയ വെർഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ഗുണഭോക്താവിന് ആധാർ നമ്പർ ഇല്ല എങ്കിൽ ആ ഒരു ഗുണഭോക്താവിന്റെ മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോഷൻ ട്രാക്കറിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള പുതിയ സംവിധാനം ഈ ഒരു വെർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇനി മുതൽ ഗുണഭോക്താക്കളെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആധാർ നമ്പറും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുന്നതിനുള്ള ആ ഒരു ഫോമിന്റെ താഴെയായിട്ട് ഇതേ രീതിയിൽ അപ്ലിക്കൻ്റ് ഡസ് നോട്ട് ഹാവ് ആധാർ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആധാർ നമ്പർ ഇല്ലാത്ത ഗുണഭോക്താക്കളെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി എന്ന മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഫോമിൽ ഗുണഭോക്താവിന്റെ മൊബൈൽ നമ്പർ, അതുപോലെ ഗുണഭോക്താവിന്റെ ഐഡന്റിറ്റി തെളിയിക്കുന്നതിനുള്ള തിരിച്ചറിയൽ രേഖയുടെ ടൈപ്പ്, അതുപോലെ തിരിച്ചറിയൽ രേഖയുടെ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ ആ ഒരു തിരിച്ചറിയൽ രേഖയുടെ കോപ്പി ഈ ഒരു ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ആധാർ ഇല്ലാത്തൊരു ഗുണഭോക്താവിനെ നമുക്ക് പോഷൻ ട്രാക്കറിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പോഷൻ ട്രാക്കറിന്റെ ഹോം സ്ക്രീനിൽ ഇതേ രീതിയിൽ വെരിഫിക്കേഷൻ ബൈ സൂപ്പർവൈസർ എന്ന പുതിയൊരു രജിസ്റ്റർ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ വെർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള മറ്റു വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പുതിയ വെർഷൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്ത് പെർമിഷൻ സെറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.